തൊഴിൽ തട്ടിപ്പിനിരയായ 283 പേരെ തിരികെ എത്തിച്ച് ഭാരതം. തായ്ലൻഡിലെ മേസേട്ടിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേന വിമാനത്തിലാണ് പൗരന്മാരെ എത്തിച്ചത്. വ്യാജജോലി വാഗ്ദാനങ്ങളിൽ അകപ്പെട്ട് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിവരങ്ങൾ നൽകാനായി അശ്വതി സതീഷ് ചേരുന്നുണ്ട്. അശ്വതി, ഇപ്പോൾ തൊഴിൽ തട്ടിപ്പിനിരയായ 283 പേരെയാണ് ഭാരതം തിരികെ എത്തിച്ചിരിക്കുന്നത്. തായ്ലൻഡിലെ മേസേട്ടിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേന വിമാനത്തിലാണ് പൗരന്മാരെ എത്തിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ, അശ്വതി? അതെ അഞ്ജന, തായ്ലൻഡിലെ മേസേട്ടിൽ നിന്നാണ് 283 പേർ ഇന്ന് രാവിലെ ഇന്ത്യയിൽ എത്തിയത്. സംഘത്തിൽ മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഇവർ മികച്ച ജോലിയും ശമ്പളവും ആഗ്രഹിച്ചു പോയവരാണ് ഇവർ. എന്നാൽ അവിടെ എത്തിയതിന് പിന്നാലെ ഇവരെ സൈബർ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയായിരുന്നു എന്നാണ് വിവരം. ഇത് മ്യാൻമാർ തായ്ലൻഡ് അതിർത്തിയിലാണ് സംഭവം നടക്കുന്നത്. ഇരു രാജ്യങ്ങളിലെ എംബസികൾ പ്രാദേശിക ഭരണകൂടവുമായി നടത്തിയ ചർച്ചയ്ക്ക് ഒടുവിലാണ് ഇവർ തിരികെ നാട്ടിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ തൊഴിൽ തട്ടിപ്പിന് ഇരയാകുന്ന സംഭവം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. ജോലികൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും മറ്റും പരസ്യം കണ്ട് ജോലിക്കായി പോകുമ്പോൾ സൂക്ഷിക്കണമെന്നും എംബസിയുമായി ഇടപെടണമെന്നും കൃത്യമായ വിവരങ്ങൾ ലഭിച്ച് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ പോകാവൂ എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. സമാന രീതിയിൽ മ്യാൻമാറിൽ കഴിഞ്ഞ ഡിസംബറിൽ 6 പേർ കുടുങ്ങിയിരുന്നു. അവരെ തിരികെ ഭാരതം എത്തിച്ചിരുന്നു. ലിബിയയിൽ നിന്നും ഭാരതീയരെ തിരികെ എത്തിച്ചിരുന്നു. ഇനിയും ശ്രമങ്ങൾ തുടരുമെന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ശരി, അശ്വതി സതീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.